പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേക്ക് KSU നടത്തിയ മാർച്ച് അക്രമാസക്തമായി. വിദ്യാർത്ഥികൾ കോളേജിനകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് ഈ പ്രതിഷേധത്തിന് കാരണം? ചെറിയ സംഘർഷമുണ്ടാകുന്നുണ്ടോ? സ്മിത, ഈ കോളേജിൽ അടിസ്ഥാന സൗകര്യമില്ല. ഏതാണ്ട് ഒരു വർഷങ്ങൾക്ക് മുൻപാണ് ഈ കോളേജ് ആരംഭിക്കുന്നത്. അത് സ്വകാര്യ കെട്ടിടത്തിലാണ്. ആ സ്വകാര്യ കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യമില്ല എന്ന് ആരോപിച്ചാണ് KSU മാർച്ച് നടത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റൽ സൗകര്യമില്ല അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ മാർച്ച് KSU നടത്തുന്നത്. എന്തായാലും KSU പ്രവർത്തകർ അല്പസമയം മുൻപ് ഏതാണ്ട് 50ഓളം വരുന്ന പ്രവർത്തകർ കോളേജിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. അവരെ നേതാക്കൾ ഇടപെട്ട് ഇപ്പോൾ ഏതാണ്ട് ശാന്തമാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന പ്രസംഗം അല്പസമയത്തിനകം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും KSUവിന്റെ വലിയൊരു പ്രതിഷേധമാണ് നടന്നത്. അതിൽ അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഏതാണ്ട് 52-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന നഴ്സിംഗ് കോളേജ് അടിസ്ഥാന സൗകര്യം, ഹോസ്റ്റൽ സൗകര്യം അടക്കം വിദ്യാർത്ഥികൾക്ക് നൽകുന്നില്ല. ഇവർക്ക് കൃത്യമായ രീതിയിൽ ലാബ് സൗകര്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും അതുപോലെ തന്നെ കോന്നി മെഡിക്കൽ കോളേജിലുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി അവിടേക്ക് എത്താനുള്ള വാഹന സൗകര്യവും ഒരുക്കി കൊടുക്കുന്നില്ല എന്ന കാര്യമാണ് പ്രധാനമായും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികൾ 5 ആദിവാസി വിദ്യാർത്ഥികളടക്കം ഇവിടെ നിന്ന് പഠനം നിർത്തിപ്പോയി എന്ന ഗുരുതരമായ ആരോപണവും KSU പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. എന്തായാലും സമരം ഇപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടി അവർ മാറി നിൽക്കുകയാണ്. ഇതിനുശേഷം ഒരുപക്ഷെ സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യതയുണ്ട്. വൻ പോലീസ് സന്നാഹം പത്തനംതിട്ട CIയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട്. സ്മിത, ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ട ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. KSU നടത്തിയ മാർച്ച് അക്രമാസക്തമായി. വിദ്യാർത്ഥികൾ കോളേജിനകത്തേക്ക് കയറാൻ ശ്രമിച്ചു. ഇപ്പോൾ അല്പം ശാന്തമാണ് സ്ഥിതിഗതികൾ. ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.